നമസ്കാരം. കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരനായ മാമിയെ കാണാതായിട്ട് ഒരു വർഷം പിന്നിട്ടു. PV അൻവർ MLA പരസ്യമായി ഉന്നയിക്കുന്നതുവരെ ഈ കേസ് രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധയിലേയില്ലായിരുന്നു. ആളുകളെ കൊല്ലിക്കുന്നു എന്ന് ആരോപണ വിധേയനായ ADGP PV അൻവർ MLA ആണ് ആരോപണം ഉന്നയിച്ചത്. അങ്ങനെ ആരോപണം ഉന്നയിച്ച ആഴ്ചകൾ കഴിയുമ്പോഴും മാമി തിരോധാന കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ തലപ്പത്ത് അജിത് കുമാറുണ്ട്. ഫയലുകൾ പോകുന്നത് അജിത് കുമാർ വഴിയാവുന്നത് തടയാൻ DGPക്ക് പോലും ആവുന്നില്ല. മാമി തിരോധാന കേസിന്റെ ഗതി എന്താവും? സ്വാഗതം സ്പെഷ്യലിസ്റ്റിലേക്ക്. നമ്മളൊപ്പം അതിഥികളായി കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് VR അനൂപ്, കാണാതായ മാമിയുടെ സഹോദരൻ അബ്ദുള്ള, ആക്ഷൻ കമ്മിറ്റി കൺവീനർ അസ്ലം ബക്കർ, ഇടത് സഹയാത്രികൻ ബൽദേവ് സച്ചിദാനന്ദൻ എന്നിവർ. ആദ്യം അബ്ദുള്ളയിലേക്ക്. അബ്ദുള്ള, ഈ മാമിയെ കാണാതാകുന്നത് സംബന്ധിച്ച് നിങ്ങൾ ബന്ധുക്കൾക്കുള്ള വിവരം എന്താണ്? അദ്ദേഹം അവസാനമായി എവിടെയാണ് ഉണ്ടായിരുന്നത്? അവസാനമായി ആരെയാണ് ബന്ധപ്പെട്ടത്? മാമിയെ കാണാതാവുന്നത് കറക്റ്റ് ആഗസ്റ്റ് 21 വൈകിട്ട് 7 മണി വരെ മാമി കോഴിക്കോട് CD ടവറിൽ ഉണ്ടായിരുന്നു എന്നുള്ള അറിയാം. അവിടെ നിന്ന് 21 7 മണിക്ക് പോയതിന് ശേഷം പിന്നീട് ഞങ്ങൾക്ക് വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. 22 മാമി തലക്കുളത്തൂർ ഉണ്ടായിരുന്നു എന്നുള്ളതും അതും പോലീസുകാർ പറഞ്ഞിട്ടുള്ള അറിവാണ് ഞങ്ങൾക്ക്. 22 ഉച്ചയ്ക്ക് മാമി അവരുടെ ബിസിനസ് പാർട്ട്ണർക്കും അയാളെ ഡ്രൈവർക്കും ഫോൺ ചെയ്തിട്ടുള്ള അറിവുണ്ട്. അതിനുശേഷം ഞങ്ങൾക്ക് യാതൊരു അറിവില്ല, ഒന്നും കിട്ടിയിട്ടില്ല. ഈ CD ടവറിൽ മാമിയുടെ ഓഫീസാണോ ഉള്ളത്? അതേ, ഓഫീസാണുള്ളത്. ഈ അതിന് തൊട്ട് മുമ്പ് ഈ മാമി വലിയ എന്തെങ്കിലും ബിസിനസ് ഡീൽ ചെയ്തിരുന്നു? അങ്ങനെ എല്ലാ അറിവും ഉണ്ടോ? വലിയ ബിസിനസ് ഡീൽ എന്തെങ്കിലും ചെയ്തിരുന്നു? വലിയ ബിസിനസ് ഡീല് സംബന്ധമായിട്ട് ശരിക്കും കുടുംബത്തിന് യാതൊരു അറിവുമില്ല. പിന്നീട് കേട്ടുള്ള കേൾവികൾ മാത്രമേ ഞങ്ങൾക്കുള്ളൂ. കാക്കാൻ്റെ ബിസിനസ് കാര്യങ്ങളെപ്പറ്റി ഞങ്ങളോട് ആരോടും ചർച്ച ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾ അറിയില്ല ശരിക്കും അത്. അബ്ദുള്ള, ഈ ശരിക്കും മാമിയുടെ യഥാർത്ഥ ബിസിനസ് ഈ റിയൽ എസ്റ്റേറ്റ് ഇടപാട് മാത്രമാണോ, അതോ മറ്റെന്തെങ്കിലും ഉണ്ടോ? അല്ല, റിയൽ എസ്റ്റേറ്റ് തന്നെ കാര്യമായിട്ടുള്ള. ഈ സ്വർണ്ണ കച്ചവടവുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ടോ? അങ്ങനെ ഒരു ബന്ധം ഞങ്ങൾക്ക് ചാൻസ് ഇല്ല, ഞങ്ങൾ കേട്ടിട്ടുമില്ല. ഓക്കെ. അദ്ദേഹത്തിന് ഇങ്ങനെ ബിസിനസ് രംഗത്ത് ശത്രുക്കളുള്ളതായിട്ട് അറിയാമോ? ഇല്ല, അങ്ങനെ അറിവില്ല. ശത്രുക്കളായിട്ടുള്ള അറിവില്ല. അബ്ദുള്ള, ഈ പൊതുവെ അദ്ദേഹത്തെ അറിയാവുന്നവർ പറയുന്നത് അദ്ദേഹം വളരെ സൗമ്യനായ മനുഷ്യനാണ്, ആരോടും അങ്ങനെ ദേഷ്യപ്പെടുക പോലും ഇല്ല, അതൊരു സൗമ്യനായ മനുഷ്യനാണെന്നാണ്. അങ്ങനെ തന്നെയല്ലേ സ്വഭാവം? തീർച്ചയായിട്ടും. അങ്ങനെ ഒരു ശത്രുത ആർക്കും ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. വളരെ കുറവാണ്. നിങ്ങളിപ്പോൾ ഈ അന്വേഷണത്തിൽ ഇപ്പോൾ ആദ്യം ഇത് ലോക്കൽ പോലീസ് അന്വേഷിച്ചു, ഇപ്പോൾ തൊട്ടുടനെ ക്രൈംബ്രാഞ്ചിന് അത് കൈമാറിയിട്ടുണ്ട്, പ്രത്യേക സംഘം അന്വേഷിക്കുന്നുണ്ട്. ഈ കേരള പോലീസ് ഇത് അന്വേഷിക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ നിലപാടെന്താ? കേരള പോലീസ് അന്വേഷിച്ചതുകൊണ്ടാണല്ലോ 10 മാസം ഞങ്ങൾക്ക് യാതൊരുവിധ ഒന്നും കിട്ടിയിട്ടില്ല. ആഗസ്റ്റ് 22 എന്താണോ ഞങ്ങളുടെ അവസ്ഥ, അതിൻ്റെ മുന്നോട്ട് പോയിട്ടുള്ള ഒരു റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ എങ്ങനെയായാലും ഞങ്ങൾക്ക് അന്വേഷണം മാറ്റി കൊടുക്കണം, ഞങ്ങളെ ഫാമിലി നിർബന്ധമാണത്. പിന്നെ ആക്ഷൻ കമ്മിറ്റി നമുക്ക് സപ്പോർട്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ക്രൈംബ്രാഞ്ച് വന്നത് തന്നെ, അങ്ങനെയാണല്ലോ. ഓക്കെ. ഈ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ SP വിക്രമിനെ മാറ്റിയെന്ന് പറയുന്നു. അങ്ങനെ മാറ്റൽ ഇടപെടൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്നുള്ള സംശയമുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ ഒരു സംശയം ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ ന്യൂസുകളൊക്കെ കേട്ടുമ്പോൾ അങ്ങനെ ഒരു സംശയം, ഒരു ആശങ്ക ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഇതിൽ അങ്ങനത്തെ ഇടപെടലുകളുണ്ടോ, വലിയ ഇടപെടൽ വന്നോ എന്നുള്ളൊരു ആശങ്ക ഞങ്ങൾക്കുണ്ട്. പക്ഷേ ക്രൈംബ്രാഞ്ച് വന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു നല്ലൊരു വിശ്വാസം ഉണ്ട് എന്തായാലും. അബ്ദുള്ള, ഈ മാമിയുടെ ബിസിനസ് പാർട്ട്നേഴ്സിനെ പറ്റി നിങ്ങൾക്കുള്ള അറിവ് എന്താണ്? കൂടുതലായിട്ട് അങ്ങനെ ആരെയും ഞങ്ങൾക്ക് അറിയില്ല. കോഴിക്കോടുള്ള കുറച്ച് ആൾക്കാരെ മാത്രമേ ഞങ്ങൾക്ക് അറിയൂ, ഈ ഫ്രണ്ട്സായിട്ടും ഈ ബിസിനസ് പാർട്ട്ണർമാരായിട്ടും. കൂടുതലുള്ള പുറത്തേക്കുള്ള ആരെയും പറ്റി ഞങ്ങൾക്കൊന്നും ഒരറിവുമില്ല, ഫാമിലിക്ക് ആർക്കും അറിയില്ല. ഇതിനു മുമ്പ് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള മീൻസ് ഒരു ബിസിനസ്സുകാരാകുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, തർക്കങ്ങൾ ഉണ്ടാകും. അങ്ങനെ എന്തെങ്കിലും തർക്കങ്ങളിൽ അദ്ദേഹം ഇടപെട്ടിരുന്നു? അങ്ങനെ തർക്കം തീരേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ അറിവിലൊന്നും ഉണ്ടായിട്ടില്ല.
അതായത് ഒരു ബിസിനസ്സുകാരൻ വളരെ ശാന്തമായ ജീവിതം നയിക്കുന്ന, ശാന്തമായ കുടുംബജീവിതം നയിക്കുന്ന ഒരു മനുഷ്യൻ, അത്രയേ ഉള്ളൂ മാമിയെ പറ്റി. അത്രയേ ഉള്ളൂ. അതെ 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 അതെ. ഓക്കെ, അബ്ദുള്ളയ്ക്ക് മടങ്ങി വരാം. ശ്രീ അസ്ലം ബക്കർ, ഈ കേസ് ആദ്യം അന്വേഷിക്കുന്നത് നടക്കാവ് പോലീസാണെന്ന് പറയപ്പെടുന്നു. ഈ മാമിയെ കാണാതായിട്ട് 1 വർഷമാകുമ്പോഴും കോഴിക്കോട് പോലും അതൊരു വലിയ വാർത്തയായിട്ടില്ല, അതൊരു വലിയ ചർച്ചയായിട്ടില്ല. അങ്ങനെ ചർച്ചയാവാതിരിക്കാൻ മാത്രം എന്താണ് ഒരു പൗരപ്രമുഖനോ അങ്ങനെയൊന്നും അല്ലാത്ത ഒരാളാണോ ഈ മാമി? ആളുകൾക്ക് അങ്ങനെ ബന്ധമൊന്നും ഇല്ലാത്ത ആളാണോ മാമി? എല്ലാവരായിട്ടും നല്ല ബന്ധമുള്ള ആളാണ്. പിന്നെ സ്വന്തം പ്രയത്നത്താൽ തന്നെയാണ് കാലിക്കറ്റിൽ വന്നിട്ട് ആ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നല്ലൊരു ഇത് ഉണ്ടാക്കിയെടുക്കാൻ തന്നെ അദ്ദേഹത്തിന് സാധിച്ചു. ഒരുപാട് ആളുകളായിട്ട് ബന്ധമുള്ള ആളാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, മതത്തിൻ്റെ ആൾക്കാരായാലും മതനേതാക്കന്മാരായാലും രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരായാലും എല്ലാവരുമായിട്ട് തന്നെ ഈ മാമിക്ക് നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്. പക്ഷേ ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തെ കാണാതായ 2023 ഓഗസ്റ്റ് 21-നാണ് അദ്ദേഹത്തെ കാണാതായത്. അദ്ദേഹത്തെ കാണാതായതിൻ്റെ പിറ്റേന്ന് മുതൽ ഈ സഹോദരൻ അബ്ദുള്ളയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കസിൻ ബ്രദറും കുടുംബമൊക്കെ തന്നെ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുകയാണ്. അത് 22-ാം തീയതിയാണ് പരാതി കൊടുക്കുന്നത്. പിന്നെ ഭാര്യ റംലത്ത് പരാതി കൊടുക്കുന്നത് 22-ാം തീയതിയാണ്. അതിനുശേഷം ഈ കാലം അത്രയും ക്രൈംബ്രാഞ്ച് അല്ലെങ്കിൽ SIT രൂപീകരിക്കുന്നതിന് മുമ്പ് വരെ ഈ കുടുംബം നിരന്തരമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയതാണ്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയപ്പോൾ ശരിയായ രീതിയിൽ അന്വേഷണം പോകുന്നില്ല എന്ന് കുടുംബത്തിന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആക്ഷൻ കമ്മിറ്റിക്ക് രൂപം കൊടുത്തിട്ട് 90 ദിവസം പോലും ആയിട്ടില്ല. അതിന് മുമ്പേ തന്നെ ഈ കേസിൽ ഇപ്പം ഇതിൽ നമ്മളെ കുറേ സംശയങ്ങൾ, അതായത് കുടുംബത്തിനും നാട്ടുകാർക്കും ആക്ഷൻ കമ്മിറ്റിയിലുള്ള ആളുകൾക്കൊക്കെ ഉണ്ടായിരുന്ന പല സംശയങ്ങളും നമുക്ക് പല സ്ഥലങ്ങളിൽ എത്തിക്കാൻ സാധിച്ചതിൻ്റെ ഒരു ഫലമായിട്ട് ഈ മാമി കേസിൻ്റെ തിരോധാനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ ആരായാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇത് ആദ്യഘട്ടത്തിൽ ഈ കുടുംബത്തിന് ഉപദേശങ്ങളൊക്കെ ആയിട്ട് കോഴിക്കോടുനിന്ന് കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവരെയൊക്കെ ആ ഉപദേശങ്ങളൊക്കെ തന്നെ ഇവരെ മിസ്ഗൈഡ് ചെയ്തെന്നാണ് നാട്ടുകാരായ ഞങ്ങൾക്ക് മനസ്സിലായത്. മാമി നല്ല പ്രമുഖൻ തന്നെയാണ്. അദ്ദേഹം ഒരു പല മതസംഘടനകളായിട്ട് ബന്ധമുണ്ടെങ്കിൽ പോലും ഒരു മതസംഘടനയുടെ പ്രവർത്തകനായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിൻ്റെ പ്രവർത്തകനായിട്ടോ അന്ന് അദ്ദേഹം ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ എല്ലാവരുമായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്നു. ബന്ധമുണ്ടെന്ന് പറയുമ്പോൾ പൊതുവിഷയങ്ങളിലൊക്കെ ഇടപെടുന്ന ആളാണ്. പൊതുവിഷയങ്ങളില്ല. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഈ ചാരിറ്റി രംഗത്തൊക്കെ മാമിയുടെ ഒരു കയ്യൊപ്പ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് ബാലുശ്ശേരി പ്രദേശങ്ങളായിക്കോട്ടെ, പിന്നെ മാമി തന്നെ ചെയ്യുകയും ചെയ്ത്, കൂടാതെ മാമിക്ക് ബന്ധമുള്ള നല്ല ബിസിനസ്സുകാരെ കാര്യം അവതരിപ്പിച്ചുകൊണ്ട് പല സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് മാമി ഇറങ്ങി തിരിച്ചു. അല്ലാതെ ഒരു രാഷ്ട്രീയക്കാരനല്ലാത്തത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ മതത്തിൻ്റെ നേതാവല്ലാതെ തന്നെ ആൾ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തൊരു വ്യക്തിയായിരുന്നു. ശരി അസ്ലം, നിങ്ങൾ ഈ നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കാനുള്ള കാരണം എന്താണ്? ഈ അന്വേഷണത്തിൽ നിങ്ങൾക്ക് സംശയം വരാനുള്ള കാരണം എന്താണ്? ഞങ്ങൾ ഈ അദ്ദേഹത്തിനെ കാണാതായത് 21-ാം തീയതി രാത്രി കഴിഞ്ഞ് ഒരു 3 ദിവസം കഴിഞ്ഞപ്പം ഞാനും എൻ്റെ സുഹൃത്തുക്കൾ ഈ സഹോദരൻ അബ്ദുള്ളനെ ഒന്ന് കണ്ടിരുന്നു. അപ്പോൾ അബ്ദുള്ള അന്ന് പറഞ്ഞത് നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്ന് പറഞ്ഞപ്പം അബ്ദുള്ള തന്നെ പറഞ്ഞു, നമുക്ക് നോക്കാം, ഇതെന്താ ചെയ്യാം, എല്ലാവരും ഉണ്ട്, കോഴിക്കോടുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ കൂടെയുണ്ട്, നല്ല രീതിയിൽ തന്നെ അന്വേഷണം പോകുമെന്നുള്ള ഒരു ധാരണ കുടുംബത്തിനുണ്ടായി. ശരിക്കും ഈ നടക്കാവ് പോലീസിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവർ പറയുന്നതെല്ലാം ശരിയായി എന്ന് വിശ്വസിച്ചുകൊണ്ട് കഴിഞ്ഞ ഈ സമയം, ഇതിപ്പോൾ ഓണത്തിൻ്റെ സമയമാണ്, കഴിഞ്ഞ 2023 ഓണത്തിൻ്റെ സമയത്ത് അധിക ദിവസവും ഇവർ കഴിച്ചു കൂട്ടിയത് നടക്കാവ് പോലീസ് സ്റ്റേഷനിലാണ്. ഈ അബ്ദുള്ളയും അതുപോലെ തന്നെ അബ്ദുള്ളൻ്റെ വേറൊരു കസിൻ ബ്രദറോട്. ആ സമയത്ത് ഇവർക്ക് തെറ്റായ മെസ്സേജുകളാണ് അന്ന് പോലീസ് കൊടുത്തത്. ചെയ്യുന്നുണ്ട്, അടുത്ത ദിവസം പ്രതിനെ പിടിക്കും, ഓരോ ദിവസങ്ങൾ ഓരോ ഡേറ്റുകൾ ഈ കുടുംബത്തോട് പറയും. അപ്പോൾ കുടുംബം എന്താ കരുതുക, ഇവർ നല്ല അന്വേഷണം നടത്തുന്നുണ്ടെന്ന് കരുതിയിരുന്ന് അവസാനമാണ് അബ്ദുള്ളയാണ് ഞങ്ങളുടെ നാട്ടുകാരെ ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്, ഇത് ഇപ്പോൾ ഞങ്ങൾക്ക് കുറേ സംശയങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇത് ശരിയായ രീതിയിൽ അന്വേഷണം നടക്കുന്ന സംശയമുണ്ട്, നിർബന്ധമായിട്ടും നാട്ടുകാർ ഇതിൽ ഇടപെടണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ 2024 ജൂൺ 16-ാം തീയതി മാമിയുടെ നാട്ടിൽ വെച്ചിട്ട് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഈ ആക്ഷൻ കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ട സംശയം എന്താണ് ഇവർ പങ്കുവച്ചതിൽ? നമ്മൾ നേരത്തെ കാലത്തൊക്കെ തന്നെ ഈ ആക്ഷൻ കമ്മിറ്റി വന്നതിന് ശേഷം ഞങ്ങളെല്ലാ ഇതിൻ്റെ പ്രതിഷേധ പരിപാടികളിലും ഞങ്ങൾ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ നേരത്തെ ഇവർ ഉന്നയിച്ച പല സംശയങ്ങളും, അതായത് അബ്ദുള്ളയും കുടുംബവും ഒക്കെ പല സംശയങ്ങളും പോലീസിനോട് പറഞ്ഞാൽ അതൊന്നും പോലീസ് മുഖവിലേക്ക് എടുത്തിട്ടില്ല. കൂടാതെ അന്ന് ഞങ്ങൾ കാര്യമായിട്ട് പറഞ്ഞൊരു കാര്യം കഴിഞ്ഞ ഞങ്ങളുടെ ടൗൺ ഹാളിലെ സംഗമത്തിലടക്കം പറഞ്ഞ്, പിന്നെ ഞങ്ങൾ അതിനുശേഷം ബന്ധപ്പെട്ട എല്ലാ മേലുദ്യോഗസ്ഥരോടും ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്,
ശരിക്കും 21-ാം തീയതി മാമിനെ കാണാതാകുന്നത് വൈകുന്നേരം 7 മണിയോട് കൂടിയിട്ടാണ്. അന്ന് 21-ാം തീയതി പകൽ സമയത്ത് മാമി കോഴിക്കോട് ബീച്ചിലെ സൗത്ത് ബീച്ചിലെ ഒരു ബിൽഡിങ്ങിൽ സുഹൃത്തിൻ്റെ അടുത്തുണ്ടായിരുന്നു കുറച്ച് സമയം. പൊതുവെ ഒരു പ്രസന്നനായിരിക്കുന്ന, ആരോടും എന്ത് ടെൻഷൻ ഉണ്ടെങ്കിൽ പോലും അതൊന്നും മുഖത്ത് പ്രകടിപ്പിക്കാത്ത ഒരു സ്വഭാവക്കാരനായിരുന്നു ഈ മാമി. സത്യത്തിൽ അന്ന് മാമി വെറീഡാണെന്നും മാമി നല്ല വെറീഡായിട്ടാണ് ഉള്ളതെന്ന് പിന്നീട് സുഹൃത്ത് പോലീസിലും പോയി പറഞ്ഞിട്ടുണ്ട്, കുടുംബത്തിനോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അവിടെ വന്നിട്ട് നിങ്ങൾ ആ ഭാഗത്തുള്ള CCTV ഒന്ന് കളക്ട് ചെയ്യണം, മാമി നല്ല വെറീഡായിരുന്നു. കൂടാതെ ആ ബിൽഡിങ്ങിൻ്റെ ഭാഗത്ത് ഏകദേശം 4ഓളം ആളുകളെ, അപരിചിതരായ ആളുകളെ കണ്ടിട്ടുണ്ട്. മാമിയുടെ സാധാരണ മാമിയുടെ ആ പ്രസന്നത അന്ന് കണ്ടിട്ടില്ല എന്ന് ഇയാൾക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സമയത്ത് തന്നെ പോലീസിൻ്റെ അടുത്ത് പോയിട്ട് ഈ ആ ബിൽഡിംഗ് ഓണർ മാമിയുടെ സുഹൃത്ത് പറഞ്ഞിരുന്നു. എന്നിട്ട് പിന്നീട് 2 ദിവസം കഴിഞ്ഞിട്ട് പോലീസ് അവിടെ കടൽക്കാറ്റ് വന്നിട്ടത് കൊണ്ട് അവിടുന്ന് CCTV ശരിയായ രീതിയിൽ റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റിയില്ല എന്നാണ് കുടുംബത്തെ അറിയിച്ചത്. അപ്പം അവിടം മുതൽ അസ്ലം ഏതാണ്? ഒരു ഫ്ലാറ്റാണോ, അപ്പാർട്ട്മെന്റ് ആണോ? അല്ലല്ല, ബിൽഡിങ്ങാണ്. ഓക്കെ, അവിടെ CCTV ഉണ്ട്, അവിടെ ഷോപ്പുകളുണ്ട് കുറേ. അപ്പോൾ ഇവർ ഷോപ്പുകളായതുകൊണ്ട് തന്നെ ഇയാളുടെ ഓഫീസിലെ CCTV നോക്കി. കൂടാതെ പുറത്തുള്ള ഷോപ്പുകളൊക്കെ തന്നെ ഒരു വ്യക്തിക്ക് പോയി നോക്കാൻ പറ്റില്ലല്ലോ. പോലീസാകുമ്പോൾ ഈ ഒരു ആവശ്യം പറഞ്ഞിട്ട് പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു അന്ന്. പക്ഷേ പോലീസ് അത് വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചില്ല. ഈ കേസിൻ്റെ ആദ്യഘട്ടത്തിലെ പോലീസ് അത് വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചിരുന്നു. ഇന്ന് ക്രൈംബ്രാഞ്ചിൽ പോലും പോകേണ്ട ആവശ്യമില്ലായിരുന്നു. നടക്കാവ് പോലീസ് സ്റ്റേഷൻ പറയുന്നത് അവസാനമായി ആ ബിൽഡിംഗ് ചെല്ലുമ്പോൾ സമയത്ത് ഈ പറയുന്ന മാമിയോടൊപ്പം ഒരു അപരിചിതരായ ചിലരുണ്ട്. മാമിയോടൊപ്പമല്ല, ആ ബിൽഡിങ്ങിൻ്റെ പരിസരത്ത് 4ഓളം അപരിചിതരെ കണ്ടതായിട്ട് ബിൽഡിങ്ങിൻ്റെ ഓണർ പോലീസിന് തന്നെ മൊഴി കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് ബീച്ച് റോഡിലുള്ള ഒരു സ്ഥലമാകുമ്പോൾ അവിടെ അപരിചിതരുണ്ടാവാൻ സാധ്യതയില്ലേ? എന്നാലും ഈ ബിൽഡിങ്ങിനെ ചുറ്റിപ്പറ്റി നിൽക്കുമ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ ഓണർക്ക് തോന്നിയ സംശയമാണ് പ്രകടിപ്പിച്ചത്. പക്ഷേ പിന്നീട് പോലീസിനോട് അവിടുത്തെ റിക്കവറി ക്യാമറയിലെ CCTV ക്യാമറയിലെ അതൊന്ന് റിക്കവറി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പോലീസ് അതിന് തയ്യാറായിട്ടില്ല. അസ്ലം പറയുന്നത് ഈ കേസന്വേഷണത്തിൽ തുടക്കത്തിൽ തന്നെ തുമ്പുകൾ ഇല്ലാതാക്കാൻ ശ്രമം നടന്നിട്ടുണ്ട്. കാരണം ഈ കേരള പോലീസ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എല്ലാ പ്രതിഷേധങ്ങളിലൊക്കെ പറഞ്ഞത് കേരള പോലീസ് മികച്ച പോലീസാണെന്ന് തന്നെയാണ് ഞങ്ങളുടെ വെപ്പ്. അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ അന്വേഷിച്ച് ശരിയായ രൂപത്തിൽ പോയിരുന്നെങ്കിൽ ഇത് എന്താണ് മാമിയുടെ ഈ തിരോധാനത്തിന് പിന്നിൽ എന്താണ് ഉണ്ടായതെന്നുള്ളത് കേരള പോലീസിന് തന്നെ, നടക്കാവ് പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റിയൊരു കാര്യമായിരുന്നു. കാരണം കോഴിക്കോട് പട്ടണത്തിൽ നിന്ന് പകൽ തന്നെയല്ലേ ഒരാളെ കാണാതാവുന്നത്. അപ്പോൾ പോലീസ് വേണ്ട രീതിയിൽ ഈ മാമി കേസിൽ ആദ്യഘട്ടത്തിൽ ഒരു പ്രവർത്തനം നടത്തിയതായി തോന്നുന്നില്ല. കുടുംബത്തോടൊക്കെ പറയും 30-ാം തീയതി 5-ാം തീയതി പിടിക്കുക എന്ന് പറയാമെന്നല്ലാതെ അവരൊന്നും ചെയ്തില്ല. പിന്നെ തലക്കുളത്തൂർ വരെ മാമി എത്തിയിട്ടുണ്ട്, അവിടെയാണ് ഈ ടവർ ഡമ്മ കിട്ടിയെന്ന് പറഞ്ഞ് നിൽക്കാമല്ല. അത് വിശ്വസിച്ച കുടുംബം നിന്നത്. ആക്ഷൻ കമ്മിറ്റി ഏകദേശം 1 വർഷം മാമിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് 1 വർഷം പൂർത്തീകരിക്കാൻ 2 മാസമുള്ളപ്പോഴാണ് ആക്ഷൻ കമ്മിറ്റിക്ക് രൂപം നൽകിയത്. അതിനുശേഷമാണ് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച അന്ന് മുതൽ ഇന്ന് ഈ ചർച്ചയ്ക്ക് ഞാൻ ഇരിക്കുന്ന സമയത്തടക്കം ഈ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗമായിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഇതിൽ ആക്ഷൻ കമ്മിറ്റി പ്രവർത്തനം നടത്തുന്നുണ്ട്. ശരി, അസ്ലം ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പോൾ ഈ PV അൻവർ MLA ഈ വിഷയത്തെ മാമി തിരോധാന കേസിനെ ADGP അജിത് കുമാറുമായി ബന്ധിപ്പിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ ബോധ്യമാണോ, നിങ്ങൾക്കും അങ്ങനെ ഒരു ബോധ്യമുണ്ടോ? ഞങ്ങൾ കണ്ടിട്ടുണ്ട്. PV അൻവർ MLA ഞങ്ങൾ ഈ മാമി കേസുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തെ പോയി കണ്ടിട്ടുണ്ട്. അദ്ദേഹം വെള്ളിയാഴ്ച പോലീസിലെ ചില വീഴ്ചകൾ അദ്ദേഹം മീഡിയയുടെ മുമ്പിൽ വന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അന്ന് തന്നെ അദ്ദേഹത്തിന് അത് കേട്ട ഉടനെ തന്നെ ഞങ്ങൾക്ക് PV അൻവർ MLA കാണണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുകയും അദ്ദേഹത്തെ പോയി കണ്ടു. ഈ കേസിൻ്റെ നാൾവഴികളെല്ലാം തന്നെ അന്ന് സംഭവിച്ചത് ആ കേസ് 21-ാം തീയതി കൊടുത്തത് മുതൽ അതിനുശേഷം അന്വേഷണമായിട്ട് ബന്ധപ്പെട്ടതും ഞങ്ങളുടെ സംശയങ്ങളെല്ലാം തന്നെ ഞങ്ങൾ PV അൻവർ MLA ആയിട്ട് പങ്കുവച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇതിൽ ഇടപെട്ടു. ചില ബോധ്യങ്ങളൊക്കെ അദ്ദേഹം തന്നെ, ചില തെളിവുകളൊക്കെ അന്ന് തന്നെ പത്രക്കാരോട് പറഞ്ഞു. ചില തെളിവുകളൊക്കെ ഞാൻ തന്നെ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് PV അൻവർ അന്ന് പറഞ്ഞു. അല്ല, എൻ്റെ സംശയം, ഇത് ആളെ കൊല്ലിക്കുന്ന ആളാണ് ADGP അജിത് കുമാർ എന്നാണ് PV അൻവർ ആദ്യം ആരോപിക്കുന്നത്. ആളെ കൊല്ലിക്കുന്ന ഒരു ADGP എന്ന് അദ്ദേഹം അത് പറയണമെങ്കിൽ മാമി തിരോധാന കേസിനും അതിൽ ബന്ധമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാമി തിരോധാന കേസിലും ADGPക്ക് ബന്ധമുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ സംശയിക്കാൻ PV അൻവറിന് അദ്ദേഹത്തിൻ്റെതായ അറിവുകളോ ബോധ്യങ്ങളോ ഉണ്ടാകും. നിങ്ങൾക്ക് അങ്ങനെ ഒരു ബോധ്യമുണ്ട്? ഞങ്ങൾ കൊടുത്തതിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേര് പറഞ്ഞിട്ടോ അല്ലെ പോലീസിൻ്റെ ആളുകളുടെ പേര് പറഞ്ഞിട്ടോ ഒന്നും ഞങ്ങൾ ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അൻവർ MLA ഞങ്ങൾ പറഞ്ഞിട്ടില്ല.
കാരണം അതിൽ നിന്ന് മനസ്സിലാവുന്ന അദ്ദേഹം ഇതിൻ്റെ കുറേ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷമാണ് അദ്ദേഹം എന്താ പറയുക PV അൻവർ MLA എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആളാണ് അദ്ദേഹം. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറപ്പെടുവിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനെപ്പറ്റി ഒരു പഠനം നടത്തിയിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോൾ അത് അദ്ദേഹത്തിന്റെ ബോധ്യത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയമില്ല? പോലീസ് തന്നെ ഈ കേസ് പോലീസിലെ ഇതിൽ ഞങ്ങളുടെ സംശയം ഒരു ഉന്നത ഇടപെടൽ ഇതിൽ വന്നിട്ടുണ്ടെന്നുള്ള സംശയം അന്ന് മുതലുണ്ട് ഞങ്ങൾക്ക്. ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ അതിന് മുമ്പ് കുടുംബത്തിനുണ്ട്, അതുപോലെ തന്നെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഉന്നത ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങൾ സംശയിക്കാനിടയായ സാഹചര്യം എന്താണ്? പോലീസിന്റെ പിന്നെ വീഴ്ച കൃത്യമായി CCTV പരിശോധിക്കണം എന്ന് പറയുമ്പോൾ പരിശോധിക്കാതിരിക്കുക. അത് മാത്രമല്ല, ഞങ്ങൾ ഇതിന് നിരവധി കാരണങ്ങൾ, ഇത്രയും നിരവധി കാരണങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ജൂലൈ 9 ഞങ്ങൾ CM-ന് പരാതി കൊടുത്തത്. CM-ന് കൊടുത്ത പരാതിയിൽ ഞങ്ങൾ എല്ലാ കാര്യവും സൂചിപ്പിച്ചു. അന്ന് തന്നെ CM ഞങ്ങളോട് ഉറപ്പ് പറഞ്ഞതാണ്. പിന്നെ ഇത് കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും കണ്ടപ്പോൾ തന്നെ CM പറഞ്ഞതാണ്, MLA-മാരുടെ സാന്നിധ്യത്തിലാണ് കണ്ടത്, ഇത് ഞാൻ ക്രൈംബ്രാഞ്ചിന് കൊടുക്കാൻ നോക്കാമെന്ന് പറഞ്ഞത്. അത് പിന്നെയാണ് നമ്മുടെ പോലീസ് തന്നെയുള്ള ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വന്നതൊക്കെ. അപ്പം അവിടെയൊക്കെയാണ് ഞങ്ങളെ സംശയങ്ങൾ. അതൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ സാധാരണക്കാരാണ്, ഈ ഗ്രാമപ്രദേശത്തുള്ള ആളുകളാണ്. അപ്പോൾ ഞങ്ങൾ ഈ മാമിയുടെ ബിസിനസ് എവിടെ ആരുമായിട്ട് ചെയ്തെന്ന് പോലും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കറിയില്ല. അപ്പം അതുകൊണ്ട് പോലീസിൻ്റെ ചില ചെയ്തികൾ ഇതിൽ വന്നിട്ട് പോലീസിനുണ്ടായ വീഴ്ചകളാണ് ഞങ്ങൾ പറഞ്ഞത്. ഇപ്പം ഈ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ക്രൈംബ്രാഞ്ചിന് കൊടുക്കാമെന്ന് പറഞ്ഞൊരു കേസ് അന്ന് 12-ാം തീയതി ഞങ്ങൾ 9-ാം തീയതി മുഖ്യമന്ത്രിനെ കണ്ടു, 10-ാം തീയതി നമ്മുടെ MK മുനീർ MLA സബ്മിഷൻ കൊണ്ടുവന്നു നിയമസഭയിൽ. അത് കഴിഞ്ഞിട്ട് 12-ാം തീയതിയാണ് ഈ ഓർഡർ വരുന്നത്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് സംശയം. കൂടാതെ ഇവിടെത്തപ്പെട്ട പല കാര്യങ്ങൾ, ഇപ്പം നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ ഈ കേസിൻ്റെ ആരംഭകാലത്ത് തന്നെ ആര് പോയിട്ട് അവിടെ സംസാരിച്ചാലും അല്ലെങ്കിൽ ആരെങ്കിലും അവർ മൊഴിയെടുക്കാൻ വിളിപ്പിച്ചാലും ഇത് പുറത്തറിയുന്നുണ്ട്. ഇത് പുറത്ത് ഞങ്ങൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇവർ പറഞ്ഞിട്ടോ അല്ലാതെ തന്നെ പുറത്ത് എത്തുന്ന സമയത്തേക്ക് തന്നെ അവിടുന്ന് ഇൻഫർമേഷൻ പുറത്ത് പോകുന്നുണ്ട്. ഇന്നാൾ മൊഴിയെടുത്തിട്ടുണ്ട്, ഇന്നാളോട് ഇന്നത് ചോദിച്ചിട്ടുണ്ട്. പുറത്ത് പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആരറിയുന്നു എന്നാണ് നിങ്ങൾ സംശയിക്കുന്നത്? പുറത്തുള്ള ആളുകൾ പല ആളുകളും ഇപ്പം ഈ അബ്ദുള്ളക്കോ അല്ലെങ്കിൽ മറ്റുള്ള സഹോദരങ്ങൾക്കൊന്നും കിട്ടാത്ത ഈ മാമി കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങൾ, അതായത് ഈ അന്വേഷണത്തിൻ്റെ പുരോഗതിയോ അതല്ലെങ്കിൽ പുരോഗതി ഇല്ലായ്മയോ ഒന്നും അറിയില്ല. ആ പോലീസ് പറയുന്നത് പുറത്തുള്ള ആളുകൾ പറഞ്ഞിട്ടാണ് ഈ അബ്ദുള്ള അതുപോലെ തന്നെ ആക്ഷൻ കമ്മിറ്റി ആളുകൾ അറിയുന്നത്. കൂടാതെ അത് കഴിഞ്ഞിട്ട് അവർ ശരിയായ രീതിയിൽ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ മാമി കേസ് ആദ്യം അന്വേഷിച്ചത് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ, അതിനുശേഷം ലോക്സഭാ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട് മാമി കേസ് അന്വേഷിച്ചത് നമ്മുടെ പോലീസ് കമ്മീഷണറെ സ്ക്വാഡ്. അപ്പോൾ അവരെയും ആരോപിച്ചുകൊണ്ടാണ് 12-ാം തീയതി പുതിയ ഓർഡർ വന്നത്. പുതിയ ഓർഡർ വന്നിട്ട് ഇവർ ഈ SIT രൂപീകരിച്ചിട്ട് SIT ഇപ്പം ക്രൈംബ്രാഞ്ച് SIT രൂപീകരിച്ച് ക്രൈംബ്രാഞ്ച് SIT രൂപീകരിച്ചപ്പം അവർ ചെയ്തത് ആദ്യമായിട്ട് കുടുംബത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തൽ, അതുപോലെ തന്നെ പിന്നെ ആക്ഷൻ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ടിൽ കാര്യങ്ങൾ ചോദിക്കൽ, അതുപോലെ തന്നെ അദ്ദേഹത്തെ അവസാനം കണ്ട ഇമാമിനോട് മൊഴിയെടുക്കൽ, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതേ സ്ഥാനത്ത് 12-ാം തീയതി അവസാനം കണ്ട ആളാരാണ്? അസ്ലം അവസാനം അത് നിന്ന് നമ്മുടെ CD ടവറിൻ്റെ അടുത്തുള്ള പള്ളിയിലെ ഇമാമാണ് അവിടുന്ന് അവസാനം കണ്ടത്. അദ്ദേഹം ഒരുപാട് പ്രാവശ്യം മീഡിയയിലൊക്കെ വന്ന് പറഞ്ഞതാണ്. ഓക്കെ, അസ്ലം ഞാൻ അസ്ലമിലേക്ക് വരാം. ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ, ഈ അന്വേഷണം സംബന്ധിച്ച ഫയലുകൾ ADGP അജിത് കുമാർ വഴി വരരുത്, IG വഴി മാത്രമേ വരാവൂ എന്ന് DGP ഉത്തരവിട്ടിട്ട് അത് അങ്ങനെ തന്നെ സംഭവിക്കുന്നു. അജിത് കുമാർ വഴി മാത്രം ആ ഫയലുകൾ പോകുന്നു. ഏത് ഒരു ഭരണകക്ഷി MLA അജിത് കുമാറിന് പങ്കുണ്ട് ഈ തിരോധാനത്തിൽ എന്ന് ആരോപിച്ചതിന് ശേഷമാണ് ഇതെന്ന് ഓർക്കണം. ഇതെന്തൊരു പോലീസ് സംവിധാനമാണ് ബൽദേവ്? കേരളത്തിൽ തന്നെ ഈ അടുത്ത സമയത്ത് നടന്ന മറ്റൊരു സംഭവമുണ്ട്. ആസാമിലെ ഒരു പെൺകുട്ടി തിരുവനന്തപുരത്ത് നിന്ന് കാണാതായി. പോലീസ് വളരെ ശക്തമായിട്ട് മുന്നോട്ട് വന്ന് അന്വേഷിക്കുകയും നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വളരെ സജീവമായി നിൽക്കുകയും ചെയ്തപ്പോൾ ആ പെൺകുട്ടിയെ വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. അത് പോലീസിൻ്റെ ഒരു നല്ല മുഖമാണ്. മാമിയുടെ തിരോധാനത്തിൽ നമ്മൾ കണ്ടത് കേരള പോലീസിൻ്റെ വികൃതമായ ഒരു മുഖമാണ്. കാരണം 2023 ആഗസ്റ്റ് 22-ാം തീയതിയാണ് മാമിയെ കാണാതാകുന്നത്. അതിനെക്കുറിച്ച് ദിവസങ്ങളോളം നിങ്ങൾ മാധ്യമങ്ങളും അറിഞ്ഞില്ല, പൊതുജനങ്ങളും അറിഞ്ഞില്ല, ആരും അറിഞ്ഞില്ല. ഈ കാണാതായി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ശക്തമായൊരു അന്വേഷണം നടത്തുകയും അദ്ദേഹത്തിൻ്റെ ഫോട്ടോകൾ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയും സൈബർ സെല്ല് കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തെ വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ തന്നെ കഴിയുമായിരുന്നു. തൊട്ടടുത്ത ദിവസം അദ്ദേഹത്തിന്റെ ഫോണിൽ നിന്ന് സിഗ്നൽ ലഭിക്കുകയും ചെയ്തു. അതിനുശേഷം തുടർച്ചയായി ഈ പറയുന്ന മാമിയെ കാണാതായ വാർത്ത കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹത്തെ കണ്ടുപിടിക്കാമായിരുന്നു എന്നാണ്, പോലീസിനെ സഹായിക്കാമായിരുന്നു. അങ്ങനെയാണോ? അതുകൊണ്ടാണ് കണ്ടെത്താത്തത് എന്നാണോ? അല്ലല്ല, പോലീസ് ഈ
അല്ല, ആസാമിലെ പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ പോലീസിനോടൊപ്പം മാധ്യമങ്ങളും പരമാവധി സഹായിച്ചു. നിങ്ങളാണല്ലോ അതിന്റെ ഫോട്ടോ എല്ലാം 24 മണിക്കൂർ അത് വിട്ടുകൊണ്ടിരുന്നു. അതിനകത്ത് എല്ലാ സഹായങ്ങളും ചെയ്തു. അങ്ങനെ ചേർന്നെങ്കിലേ കണ്ടുപിടിക്കാൻ പറ്റും. മാധ്യമങ്ങൾ വഴിയാണല്ലോ ജനങ്ങൾ കാണുന്നത്. അതുപോലെ പോലീസ് ശക്തമായിട്ട് ആക്ട് ചെയ്തിരുന്നെങ്കിൽ ഈ തിരോധാനം ഒഴിവാക്കാൻ കഴിയാമായിരുന്നു. പിന്നെ ഇവിടെ അജിംസ് ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ഇത് തീർച്ചയായിട്ടും അക്ഷന്തവ്യമായ തെറ്റാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്തിരിക്കുന്നത്. ആ ക്രൈംബ്രാഞ്ച് SP-യും ആ കമ്മീഷണറും അവർ വളരെ വ്യക്തമായിട്ട് തന്നെ DGP-യുടെ സർക്കുലർ ഉണ്ടായിരുന്നു. നേരിട്ട് DGP-ക്ക് അവർ സന്ദേശങ്ങൾ IG വഴി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാതെ ADGP വഴി ചെയ്തപ്പോൾ ഇതിനകത്ത് ദുരൂഹതയുണ്ടായ തർക്കമൊന്നുമില്ല. അപ്പോൾ അത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ളൊരു വീഴ്ചയായിട്ട് നമ്മളതിനെ കാണരുത്. തീർച്ചയായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥർ പലപ്പോഴും പല പുരോഗതികളും DGP-ക്ക് കൊടുക്കുകയും DGP ആണത് ഹോം സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ഒക്കെ ആയിട്ട് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത മുഖ്യമന്ത്രിയും ഒക്കെ ആയിട്ട് അത് ആഴ്ചയിൽ ഒരു ദിവസം ഈ റിപ്പോർട്ടുകളെ കൺവേ ചെയ്യണമെന്നാണ് നിയമം. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന റിപ്പോർട്ടുകളാണ് അദ്ദേഹം മിനിസ്റ്ററോട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഹോം സെക്രട്ടറി കൈമാറുന്നത്. ഇവിടെ DGP-ക്ക് ശരിയായ വിവരങ്ങൾ ലഭിച്ചിരുന്നില്ല. അതിനിടയിൽ നിന്നുകൊണ്ട് ചില പോലീസ് ഉദ്യോഗസ്ഥർ തെറ്റായ ചില കളികൾ കളിച്ചു. അതിനെക്കുറിച്ച് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോഴെന്താ 2 ദിവസത്തിന് മുമ്പ് ഗവൺമെന്റ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ആ ക്രൈംബ്രാഞ്ച് അന്വേഷണം വളരെ നല്ല രീതിയിലാണ് പോകുന്നത്. ആ ക്രൈംബ്രാഞ്ചിന്റെ ഒരു DYSP പ്രേമന്റെ നേതൃത്വത്തിലാണ് അന്വേഷിക്കുന്നത്. അതിന്റെ മേൽനോട്ടം ക്രൈംബ്രാഞ്ച് ഉത്തരമേഖല IG-ക്കാണ് അതിന്റെ ചാർജ്. ആ അന്വേഷണം വന്നിട്ട് തീർച്ചയായിട്ടും അവർ നേരിട്ട് DGP-ക്ക് റിപ്പോർട്ട് ചെയ്യുകയും ഇതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിന് ഒരു പ്രത്യേക എന്താണെന്ന് വെച്ചാൽ അതിന്റെ കല്ലും നെല്ലും തിരിച്ചറിയുമെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. അത് ഞാൻ എടുത്തു പറഞ്ഞത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയായിട്ട് നമ്മൾ ഇതിനെ പലപ്പോഴും അത് UDF-ന്റെയോ BJP-യുടെ നേതാക്കന്മാരെ അതിനെ ചിത്രീകരിക്കാം. അവരുടെ കുഴപ്പമല്ല. അത് ഗവൺമെന്റിന്റെ ഭാഗത്ത് വീഴ്ചയാവുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അത് പ്രതിപക്ഷം പറയുന്നത് മാത്രമല്ല, അത് ഗവൺമെന്റിന്റെ ഭാഗത്ത് വീഴ്ചയാവുന്നത് ഇവിടെ അൻവർ ഉന്നയിച്ച ആരോപണം ഈ മാമി തിരോധാന കേസിൽ ADGP അജിത് കുമാർ പങ്കുണ്ട് എന്നാണ്. അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുന്നുള്ള ആവശ്യം LDF-ലെ ഘടകകക്ഷികൾ ഉന്നയിച്ചിട്ട് പോലും നടപ്പായിട്ടില്ല. അതിരിക്കട്ടെ, മാമി തിരോധാന കേസിൽ പങ്കുണ്ട് എന്ന് അൻവർ പരാതിപ്പെടുന്ന ADGP അജിത് കുമാറിന് തന്നെ അന്വേഷണ കേസിന്റെ ഫയലുകൾ കൊടുക്കുന്നു. ഇവിടെ അസ്ലം കൃത്യമായി ചൂണ്ടിക്കാട്ടി, കാണാതായ സമയത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ പോലും പോലീസ് തയ്യാറായിരുന്നില്ല. അവിടെയാണ് ഈ കേസന്വേഷണത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ADGP ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ തുമ്പ് കിട്ടാനാണ്? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് അതിനാണ് ഉദാഹരണം ഞാൻ നേരത്തെ ഒരെണ്ണം പറഞ്ഞത്. ആ രീതിയിൽ അന്വേഷിച്ചിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഈ IT യുഗത്തിൽ നിമിഷങ്ങൾ കൊണ്ട് കണ്ടുപിടിക്കാൻ ആവുന്ന ഒരു കാര്യമായിരുന്നു. പോരെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ മൊബൈൽ ഫോണും ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാമായിരുന്നു. ഇതിൻ്റെ പിന്നിൽ വലിയൊരു ഗൂഢസംഘമുണ്ട്. PV അൻവർ വെളിപ്പെടുത്തിയത് അതുതന്നെയാണ്. ഈ അദ്ദേഹത്തിൻ്റെ കാണാതായതിൻ്റെ പിന്നിലും അതുപോലെ തന്നെയുള്ള അവിടെ നടക്കുന്ന ചില സ്വർണ്ണക്കടത്തുകളുടെ പിന്നിലും ചില റിയൽ എസ്റ്റേറ്റ് മാഫിയകളോ സ്വർണ്ണക്കടത്ത് സംഘങ്ങളോ പുറത്തുണ്ട്. അദ്ദേഹം പുറത്തു വന്നാൽ ഒരുപക്ഷെ അദ്ദേഹത്തിലൂടെ പുറത്തു വരാൻ സാധ്യതയുള്ള മറ്റ് രഹസ്യങ്ങളോ അദ്ദേഹത്തിൻ്റെ റിയൽ എസ്റ്റേറ്റുമായിട്ടുള്ള ചില ബന്ധങ്ങളോ ഇതൊക്കെ മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്ന ആരോഗ്യം ഇതിൻ്റെ പിന്നിലുണ്ട്. അവർക്ക് അതിൻ്റെ ഒരു ഭാഗമാണ് ADGP എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നാളിതുവരെ പുറത്തു വന്നിരുന്ന റിപ്പോർട്ടുകളെല്ലാം കാണിക്കുന്നത് നോക്കൂ, ബൽദേവ് കേരളത്തിലെ മുഖ്യമന്ത്രിയാണെങ്കിൽ ADGP അജിത് കുമാർ ആ കസേരയിൽ ഇപ്പോൾ ഇരിക്കുമോ? ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നൈതികമായ ചോദ്യമാണത്. അല്ല, അത് ഞാൻ ഒന്നുകൊണ്ടെന്ന് പറഞ്ഞോട്ടെ. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെട്ട ഒരു കാര്യമാണ് സുജിത് ദാസിൻ്റെയും ചില പോലീസുകാരുടെയും. അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യുകയും അവിടെ ഉണ്ടായിരുന്ന SP-യെ ട്രാൻസ്ഫർ ചെയ്യുകയും ചില പോലീസുകാർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ LDF യോഗത്തിന് ശേഷം LDF കൺവീനർ തന്നെ വ്യക്തമാക്കി, ശരി, ഞങ്ങൾ ഉൾപ്പെടെ എല്ലാ ഘടകകക്ഷികളും ADGP-യെ മാറ്റി നിർത്തി അന്വേഷിക്കണമെന്ന് LDF-ലെ എല്ലാ ഘടകകക്ഷികളും, പ്രമുഖ ഘടകകക്ഷിയായ CPI എല്ലാം ആവശ്യപ്പെട്ടു. അപ്പോൾ മുഖ്യമന്ത്രി അവിടെ തന്നൊരു വ്യക്തത എന്ന് പറയുന്നത് ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് 30 ദിവസത്തിനകം റിപ്പോർട്ട് തരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ADGP-ക്ക് ഇത് മാത്രമല്ല, മലപ്പുറം കേന്ദ്രീകരിച്ച് കോഴിക്കോട് കേന്ദ്രീകരിച്ച് നടക്കുന്ന സംഭവങ്ങളും അതുമാത്രം RSS-ഉമായിട്ടുള്ള ചില ബന്ധങ്ങളും ഇതെല്ലാം വ്യക്തമായിട്ട് അന്വേഷിച്ച് 30 ദിവസത്തിനകം റിപ്പോർട്ട് തരണം. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ബഹുമാനപ്പെട്ട അൻവർ രേഖപ്പെടുത്തിയത് അത് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ട് വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. അജിംസിന് അറിയാമല്ലോ, 1 മാസം പോലും ആയിട്ടില്ല. ഈ സംഭവം നടന്നിട്ട് 10-15 മാസം കഴിഞ്ഞ് 2021 ആഗസ്റ്റിലാണ് ഈ സംഭവം നടന്നത്. 14 മാസമായി.
അപ്പോൾ ഇത്രയും നാളായിട്ട് ഈ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നതും നമ്മളൊക്കെ അറിഞ്ഞിട്ടും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏകദേശം PV അൻവർ വന്നില്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ ആരും ഈ സംഭവം അറിയില്ല. ഏകദേശം 1 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും നാൾ ഇതാരൊക്കെ ഇത് പൂഴ്ത്തി വെച്ചു, ഈ മാമിയുടെ തിരോധാനം ഒരു കാരണവശാലും പുറം ലോകം അറിയരുതെന്ന് ആഗ്രഹിച്ച ചില പോലീസ് ഉദ്യോഗസ്ഥരോ അവരെ സഹായിക്കുന്ന ചില റിയൽ എസ്റ്റേറ്റ് മാഫിയോ അതോ സ്വർണ്ണക്കടത്ത് മാഫിയോ ആരൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട്, അത് അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരും. അതിന് കഴിവുള്ള ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരെയാണ് ബഹുമാനപ്പെട്ട ഗവൺമെൻറ് ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്. യാതൊരു തർക്കവുമില്ല. ADGPക്കെതിരെ 30 ദിവസം കഴിഞ്ഞ് ഇതേ ഒരു ചർച്ചയിൽ അജിംസാനെ നോക്കിക്കൊള്ളു ശക്തമായ നടപടി ADGPക്കെതിരെ ഉണ്ടാകും. അതിനുള്ള തീരുമാനങ്ങളെല്ലാം ഇടതു മുന്നണിയിലായിട്ടുണ്ട്. അല്പം കൂടെ ഒന്ന് കാത്തിരിക്കുക. ശരി, അഡ്വക്കേറ്റ് VR അനൂപ്, ഈ മാമി തിരോധാന കേസിൽ ഒരു ADGPക്ക് പങ്കുണ്ട് എന്നാരോപിക്കുന്ന ഒരു ഭരണകക്ഷിയമല്ലാണ്. അദ്ദേഹം ഇപ്പോഴും ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ കസേരയിൽ ഇരിക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ ഇത് സംബന്ധിച്ച അന്വേഷണം മുഴുവൻ അദ്ദേഹത്തിലൂടെയാണ് കടന്നുപോയത് കഴിഞ്ഞ ദിവസം വരെ എന്നാണ് അറിയുന്നത്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘം അത് അന്വേഷിക്കുമ്പോൾ നേരിട്ട് അദ്ദേഹത്തിലൂടെ അല്ലാതെ DGPക്ക് ആ അന്വേഷണം. പക്ഷേ ഇതുവരെ ലഭിച്ച വിവരങ്ങൾ മുഴുവൻ, ഇതുവരെ ലഭിച്ച തുമ്പ് മുഴുവൻ, ഇതുവരെയുള്ള അന്വേഷണത്തിൻ്റെ മുഴുവൻ നിയന്ത്രണവും അദ്ദേഹത്തിലൂടെയായിരുന്നു എന്ന് വരുമ്പോൾ മാമി തിരോധാന കേസിൻ്റെ ഗതി എന്താവും? അത്തരം ചോദ്യം പോലും അപ്രസക്തമല്ലേ. മാമി തിരോധാന കേസിൻ്റെ വളരെ തുടക്കം മുതൽ ഉയർന്ന ആശങ്കകൾ നമ്മുടെ മുന്നിലുണ്ട്. അത് കൂടാതെ അജിംസ് തന്നെ പറഞ്ഞതുപോലെ ഭരണപക്ഷത്തൊരു MLA തന്നെ പറയുന്നു. അദ്ദേഹം പറയുന്നത് എന്താ? അദ്ദേഹം പറയുന്നത് അഡീഷണൽ DGP ആളെ കൊല്ലിക്കുന്ന ആളാണ്. കേരളത്തിൻ്റെ പോലീസിലെ രണ്ടാമനെക്കുറിച്ചാണ് അതിഗുരുതരമായി ഈ ആരോപണം ഉന്നയിക്കപ്പെടുന്നത് എന്ന് മാത്രമല്ല, അത് കൃത്യമായി ഈ കേസിനകത്ത് അൻവർ തന്നെ പറയുന്നത് അനുസരിച്ച് ഈ മാമി കൊല്ലപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും അതിൽ അഡീഷണൽ DGPയുടെ പങ്ക് സംശയാസ്പദമാണ് എന്ന് പറഞ്ഞതിന് ശേഷവും നമ്മളൊക്കെ വിചാരിച്ചത് ഈ കേസ് ശരിയായ വഴിയിൽ പോകുമെന്നാണ്. DGPയുടെ സൂപ്പർവിഷനിൽ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ഈ കേസ് പോകുമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഇന്ന് പുറത്തു വരുന്ന വാർത്തകൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഒരു പോലീസിനെ കുറിച്ച് നമുക്കുള്ള സങ്കല്പം എന്ന് പറയുന്നത് അതിനൊരു ഹൈറാർക്കി ഉണ്ട്. DGP ഒരു ഉത്തരവ് പറഞ്ഞാൽ ഒരു കേസിനെ സംബന്ധിച്ച് കേരള പോലീസിൽ അവസാന വാക്ക് എന്ന് പറയുന്നത് അതിൻ്റെ DGPയുടേതാണ്. DGP പറയുന്നു ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥർ നേരിട്ട് DGPക്ക് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ അവർ അതനുസരിക്കാതെ വളരെ ആ ഹൈറാർക്കിയിൽ താഴെ നിൽക്കുന്ന SPയും സിറ്റി പോലീസ് കമ്മീഷണറും അടക്കമുള്ള ആളുകൾ DGPയെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് DGPയെ അനുസരിക്കാതെ ADGPക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. കേരളത്തിലെ പോലീസിങ്ങിൻ്റെ ഈ പറയുന്ന ഒരു ആത്മവിശ്വാസം തകർക്കുന്ന തരത്തിലുള്ള നടപടികളാണ്. ഇവരെ സംബന്ധിച്ച്, പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും പരമപ്രധാനം എന്ന് പറയുന്നത് നമ്മൾ പോലീസ് സേന എന്നാണ് പറയുന്നത്. ഒരു അച്ചടക്കം എന്ന് പറയുന്ന സേനയുടെ പോലെ തന്നെ നിർബന്ധമായ സംവിധാനത്തിനകത്ത് അത് ലംഘിക്കപ്പെട്ടിരിക്കുന്നു. കേരളത്തിൻ്റെ പോലീസ് സേനയുടെ ആകമാനമുള്ള ആത്മവിശ്വാസത്തിനും അങ്ങനെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, നമ്മൾ പരിശോധിക്കേണ്ട അടിയന്തരമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. കേരളത്തിലെ DGPയെ ധിക്കരിച്ചുകൊണ്ട് ADGPക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഈ വളരെ താഴ്ന്ന നിലയിലുള്ള IPSൻ്റെ തന്നെ അവസാന ശ്രേണിയിൽ നിൽക്കുന്ന ഈ ഉദ്യോഗസ്ഥർക്ക് ധൈര്യം കൊടുക്കുന്നത് ആരാ? അൻവർ ഉന്നയിച്ച ആരോപണം എന്ന് പറയുന്നത് കേരളത്തിലെ ADGP അജിത് കുമാർ സൂപ്പർ DGP ആയി ഭരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ DGPക്ക് മുകളിൽ കേരളത്തിലെ ADGP സൂപ്പർ മുഖ്യമന്ത്രി ആയിരിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിലെ IPSലെ ഏറ്റവും താഴെ നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്ക് DGPയെ വെല്ലുവിളിക്കാൻ ആത്മവിശ്വാസം കൊടുക്കുന്നത് ഇപ്പോഴും ADGP അജിത് കുമാറിന് ലഭിക്കുന്ന പൊളിറ്റിക്കലായ പിന്തുണയാണ്. അജിത് കുമാറിനെ കുറിച്ച് അൻവർ തന്നെ ആരോപിച്ചതുപോലെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ മുകളിലുള്ള മുഖ്യമന്ത്രിയും ഇപ്പോഴും ADGPയുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഈ IPS ഉദ്യോഗസ്ഥരുടെ ആത്മവിശ്വാസം. കേരളത്തിലെ പോലീസ് സേനയെ ഇപ്പോഴും നിയന്ത്രിക്കുന്നത്, ഭരിക്കുന്നത്, അതിൻ്റെ മേൽനോട്ടം എന്ന് പറയുന്നത് ADGPക്കാണ് എന്നുള്ളത് വ്യക്തമാക്കപ്പെടുകയാണ്. ഇവിടെ വളരെ കൃത്യമല്ല കാര്യങ്ങൾ. ഇവിടെ കേരളത്തിൻ്റെ ക്രമസമാധാന പാലനത്തെ സംബന്ധിച്ച്, കേരളത്തിൻ്റെ പോലീസ് സേനയെ സംബന്ധിച്ച് അതിൻ്റെ അച്ചടക്കം, അതിൻ്റെ ഹൈറാർക്കി എല്ലാം സമ്പൂർണ്ണമായി തകർക്കപ്പെട്ടിരിക്കുന്നു. ADGPയെ അനുസരിക്കരുത് എന്ന് DGP പറയുമ്പോൾ കേരള പോലീസിലെ ഏറ്റവും താഴ്ന്ന തലത്തിലുള്ള IPS ഉദ്യോഗസ്ഥർ ADGPക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിൻ്റെ ഉത്തരവാദിത്വം ആർക്ക് എന്നുള്ളതാണ്. ഇവിടെ എനിക്ക് മുന്നേ സംസാരിച്ചാൽ 30 ദിവസം കഴിഞ്ഞ് നടപടിയെടുക്കുമെന്നൊക്കെ പറയുന്നത് കേട്ടു.
ഇതിന് 3 നിമിഷം പോലും ആലോചിക്കേണ്ടതില്ലാത്തൊരു വിഷയമാണ്. മുഖ്യമന്ത്രിയുടെ ഈ സമീപനം, പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഈ സമീപനം, ഭരണ നേതൃത്വത്തിന്റെ ഈ സമീപനം എടവണ്ണയിലുള്ള ഒരു യുവാവിന്റെ കൊലപാതകം, അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നാണ്. കൊലപാതകം സംബന്ധിച്ച് ഒരു ആരോപണം, അതിൽ പോലീസിന് പങ്കുണ്ടെന്ന് പറയുമ്പോൾ ആ പോലീസിന് പങ്കുണ്ടാവാനുള്ള സാഹചര്യമുണ്ട്. കാരണം അദ്ദേഹത്തെ മുമ്പ് ഒരു വ്യാജ ലഹരി മരുന്ന് കേസിൽ അദ്ദേഹത്തെ കുടുക്കി ജയിലിൽ അടച്ചതാണ് പോലീസ്. അദ്ദേഹത്തിന് മറ്റു ചില കാര്യങ്ങളെക്കുറിച്ച് വിവരങ്ങൾ അറിയാം എന്നൊക്കെയുള്ള സൂചനകളുണ്ട്. പക്ഷേ മാമി തിരോധാനത്തിൽ പോലീസിന് പങ്കുണ്ട്, ADGP പങ്കുണ്ടെന്ന് പറയുമ്പോൾ മാമി അത്തരത്തിൽ ഒരു തരത്തിലുള്ള ഒരു ഷെയ്ഡി ക്യാരക്ടറല്ല. അദ്ദേഹം ബിസിനസ് ചെയ്ത് ജീവിക്കുന്ന സൗമ്യനായ നാട്ടുകാർക്കൊക്കെ വേണ്ടപ്പെട്ട ഒരു മനുഷ്യനാണ്. അതിന് പോലീസിന് പങ്കുണ്ടാവുന്നത് എന്ത്? അത് അൻവർ ഇങ്ങനെ വെറുതെ പറഞ്ഞതായിരിക്കുമോ? അൻവറിനെ പോലുള്ള ആളിന് ഒരു ഭരണകക്ഷി MLA അത്തരം ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ നേരെയാണ് അത്തരമൊരു ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അറിയാവുന്ന ഒരാളല്ലേ അൻവർ. അത്തരമൊരു അടിസ്ഥാനരഹിതമായ ഒരു ആരോപണമാണെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ കൃത്യമായി അൻവറിനറിയാം. പിന്നെ നമ്മൾ ഈ ADGPക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം കൂടി വളരെ പ്രധാനപ്പെട്ടതല്ലേ. അദ്ദേഹത്തെക്കുറിച്ച് കാസർഗോഡ് ജില്ലയിൽ അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് ഒരു ആളെഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഒരാൾ മുസ്ലിമായി എന്നതിൻ്റെ പേരിൽ മാത്രം അയാളെ തീവ്രവാദി എന്ന് വിളിക്കുന്ന ആൾ, അങ്ങനെ കമ്മ്യൂണലായ മുൻവിധികളുള്ള ഒരാൾ ഇത്തരം മാമി തിരോധന കേസിലടക്കം അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ എന്ന് പറയുന്നത് ദുരൂഹമാണ്. അദ്ദേഹത്തിൻ്റെ നടപടികൾ അന്വേഷിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ഇപ്പോഴും അത് അന്വേഷിക്കപ്പെടുന്നില്ല. ഇവിടെ ചില ആളുകൾ, ഇവിടെ നേരത്തെ സംസാരിച്ച വ്യക്തി, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്ന് എനിക്കറിയില്ല, അദ്ദേഹം മുഖ്യമന്ത്രിയെ ന്യായീകരിക്കുന്നത് കണ്ടു. മുഖ്യമന്ത്രിക്കൊന്നുമല്ല പ്രശ്നം, ഈ ADGPക്കാണ്. 30 ദിവസം കഴിഞ്ഞാൽ പുറത്താക്കുക എന്നൊക്കെ പറയുമ്പോൾ 30 ദിവസവും ഈ പറയുന്ന കേരളത്തിൻ്റെ പോലീസിങ്ങിൻ്റെ ഉത്തരവാദിത്വം ഒരു നിമിഷം പോലും തുടരാൻ കഴിയാത്ത വിധം കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ അനാവരണം ചെയ്യപ്പെടുകയാണ്. വളരെ ഗൗരവപ്പെട്ട കാര്യമല്ലേ അത്. ADGPയെയോ DGPയെയോ അല്ലെങ്കിൽ ഏതാനും ചില IPS ഉദ്യോഗസ്ഥരെയോ ബാധിക്കുന്നതല്ല. കേരള പോലീസിന്റെ അച്ചടക്കം, അതിൻ്റെ ആന്തരികമായ മെക്കാനിസം ദുർബലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം. IPS ഉദ്യോഗസ്ഥർ, SP എന്ന് പറയുന്നത് നമുക്കറിയാം, IPS ഉദ്യോഗസ്ഥരുടെ ശ്രേണിയിൽ ഏറ്റവും താഴെ തടി നിൽക്കുന്ന ഉദ്യോഗസ്ഥരാണ്. മുകളിൽ നിന്നുള്ള DGP പറയുന്നു എന്നോട് റിപ്പോർട്ട് ചെയ്യണം, ADGPയോട് റിപ്പോർട്ട് ചെയ്യേണ്ട എന്ന് പറയുമ്പോൾ ഈ ഉദ്യോഗസ്ഥർ DGPയെ വകവെക്കാതെ അങ്ങോട്ട് ADGPക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്കതിന് ആത്മവിശ്വാസം നൽകുന്ന ഘടകം എന്താ? ഇവരൊക്കെ IPS ഉദ്യോഗസ്ഥരല്ലേ. DGPയുടെ ഉത്തരവ് ലംഘിച്ചാലുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള ആളുകളല്ലേ. പക്ഷെ അതിനും മുകളിൽ, അതുക്കും മേലെ ഞങ്ങളെ സംരക്ഷിക്കാൻ ഒരാളുണ്ട് എന്നുള്ള ബോധ്യം. ആ ആളാരാ? മുഖ്യമന്ത്രിയാ. മുഖ്യമന്ത്രിയുടെ സ്വന്തം ആളാണ് അജിത് കുമാർ എന്നുള്ള പ്രഖ്യാപനമാണ് ഇവിടെ കുറച്ച് ദിവസങ്ങളായി മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പറയുന്നത് എന്താ? അജിത് കുമാറിനെതിരെയുള്ള ആക്രമണം എനിക്കെതിരെയുള്ള ആക്രമണം എന്നാണ്. നമുക്ക് പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. കേരളത്തിലെ ഈ മാഫിയ പ്രവർത്തനങ്ങളിൽ ഈ നിയന്ത്രിക്കുന്ന ആരോപണ വിധേയനായ ADGP തലസ്ഥാനത്ത് ആ കസേരയിൽ ഇരിക്കുന്നതിന് കാരണക്കാരൻ ആര് എന്ന ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും ആ ചോദ്യവിരൽ ഉയരുന്നത് മുഖ്യമന്ത്രിക്ക് നേരെ തന്നെയാണ്. അതിഥികളെ തിരികെ ശ്രീ അബ്ദുള്ള, നിങ്ങൾ ഈ CBI അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ടോ? അത് സംബന്ധിച്ച് കോടതിയിൽ പോയിരുന്നു? പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ CBI അന്വേഷണം വേണം? ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ പോലും ഇത് തെളിയില്ല എന്ന് നിങ്ങൾക്ക് തോന്നാൻ കാരണം? ക്രൈംബ്രാഞ്ച് ഞങ്ങൾ ആദ്യം മുഖ്യമന്ത്രി കൊടുത്ത ആ സമയത്ത് മുഖ്യമന്ത്രി പറഞ്ഞാണ് ക്രൈംബ്രാഞ്ചിന് കൊടുക്കുക എന്ന് പറഞ്ഞത്. പിന്നീട് വരുന്നത് നമുക്ക് SIT ആണ്. SITയിൽ ഞങ്ങൾക്ക് വിശ്വാസം തീരെ വന്നിട്ടില്ല. എന്താണ് കാരണം വെച്ചാൽ ആദ്യം ഇത് അന്വേഷിച്ചുകൊണ്ടിരുന്ന പോലീസുകാരിൽ 8 പേരും അതേ ടീം വെച്ചിട്ടാണ് പിന്നീട് ഒരു SIT ഉണ്ടാക്കിയത്. ശരിക്ക് ഞങ്ങളെയൊക്കെ ഒരു ഇത് വന്നിട്ട് മേലെ ശശിധരൻ സാറിനെ മാത്രം വെച്ചിട്ട് മലപ്പുറം SP ഇതിൽ ആഡ് ചെയ്തുകൊണ്ട് ഒരു SIT ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾക്ക് ശരിക്കും ഒരു ഇതുണ്ടായിരുന്നു. പിന്നീട് നോക്കുമ്പോഴാണ് ഇതിലുള്ള പഴയ ആളുകൾ തന്നെയാണ് ഈ 8 പേരും എന്നുള്ളത് അറിഞ്ഞു നോക്കുമ്പോൾ ശരിക്കും ഞങ്ങളാകെ കൺഫ്യൂഷനായി. ഇത് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല എന്നുള്ളൊരു ഇതിലാണ് ഞങ്ങൾ CBIക്ക് കൊടുത്താലേ ഇതിൻ്റെ ഒരു അന്വേഷണം കറക്റ്റായിട്ട് വരും എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്ക് വന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ CBI വേണമെന്ന് ആവശ്യപ്പെട്ടത്. അപ്പോൾ ഈ CBI വേണമെന്ന് മലപ്പുറം SPയും സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് തന്നെ ബോധ്യമായി ഇത് കേരള പോലീസ് അന്വേഷിച്ചാൽ തെളിയില്ല എന്ന്. തീർച്ചയായിട്ടും. ഇത് ഈ പറയുന്ന മലപ്പുറം SP
മലപ്പുറം എസ് പിയെ പറ്റിയും ഈ പി വി അൻവർ എം എൽ എക്ക് ചില പരാതികളുണ്ട്. അദ്ദേഹവും ഈ പറയുന്ന ഗ്യാങ്ങിൻ്റെ ആളാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ആ അതെ, ഞങ്ങളിപ്പോഴാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ. ഞങ്ങൾക്ക് ആദ്യം ഈ ജിഷാബാദ കേസ് പിടിച്ചു എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, നമുക്ക് ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ സപ്പോർട്ടായി നിന്നത്. ഓക്കെ, ഈ അൻവർ എം എൽ എ ആരോപിക്കുന്ന കാരണങ്ങൾ നിങ്ങൾക്കും ബോധ്യപ്പെട്ടതാണ്? തീർച്ചയായിട്ടും അത് ഞങ്ങൾക്ക് സംശയങ്ങളാണല്ലോ അത് വരുന്നത്. ഞങ്ങൾക്കിപ്പോൾ ആശങ്കയാണ് അതൊക്കെ. അത് കേട്ട് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പേടിയാണ്. ഈ പോലീസുകാർക്കൊക്കെ ഈ മാമിയോട് വിരോധം വരാൻ എന്തെങ്കിലും കാരണം നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? എന്തെങ്കിലും വിരോധം ഉണ്ടാവേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ല, കോഴിക്കോടുള്ള എല്ലാ നല്ല ഓഫീസർമാരൊക്കെ നല്ലൊരു ബന്ധമൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ ആൾക്കാരായിട്ടും ഈ ഓഫീസേഴ്സൊക്കെ ആയിട്ട് നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദേഷ്യം ഇത് വരേണ്ട ഒരു ആവശ്യമില്ലല്ലോ അവിടെ. ഓക്കെ, അതായത് നിങ്ങളുടെ ഒരു അറിവിൽ ഒരു തരത്തിലും ആരുടെയും ശത്രുത നേടാൻ സാധ്യതയില്ലാത്ത ഒരാൾ എന്ന നിലയിൽ എന്ത് സംഭവിച്ചായിരിക്കാനാണ് സാധ്യത എന്നാണ് നിങ്ങൾ കരുതുന്നത്? തീർച്ചയായും അങ്ങനെ ഇത് ഞങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഇങ്ങനത്തെ ഒരു കാര്യങ്ങളെ പറ്റി ഞങ്ങൾ പ്രതീക്ഷിക്കുകയോ ചെയ്യാത്തൊരു ഇല്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ശരിക്കും പേടിയപ്പോൾ എല്ലാത്തിലും. യെസ്, ഞാൻ മടങ്ങി വരാം അങ്ങയിലേക്ക്. ശ്രീ അസ്ലം ബക്കർ, ഇപ്പോൾ ADGP അജിത് കുമാറിന് ഈ പറയുന്ന മാമിയോട് എന്ത് വിരോധം വരാനാണ്? അങ്ങനെ വിരോധം വരേണ്ട കാര്യമുള്ള എന്തെങ്കിലും കാര്യത്തിൽ ഈ മാമി ഇടപെട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന് സ്വർണവുമായി, ഇപ്പോൾ സ്വർണ്ണക്കടത്താണ്, സ്വർണം പൊട്ടിക്കൽ പോലീസ് ചെയ്യുന്നു, അതിൻ്റെ തലവനാണ് ADGP അജിത് കുമാർ എന്നാണ് അൻവർ പറയുന്നത്. ഇദ്ദേഹത്തിനാണ് സ്വർണത്തിൻ്റെ ഇടപാടില്ല. പിന്നെയുള്ള റിയൽ എസ്റ്റേറ്റ് ആണ്. റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വലിയ തുകയ്ക്കുള്ള കച്ചവടമാണ്, ശരിയാണ്, അതിൽ കമ്മീഷന് കിട്ടും. ആ പണം ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാമിയോട് സവിശേഷമായി ADGP അജിത് കുമാറിനോ അല്ലെങ്കിൽ പോലീസുകാർക്കോ എന്ത് വൈരാഗ്യം വരാനാണ്? അത് ഞങ്ങൾക്കറിയാത്തൊരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോലീസിൽ വിശ്വാസമായിരുന്നു. പക്ഷേ ഇപ്പോൾ PV അൻവർ MLA ഒരാഴ്ച, അതായത് 31-ാം തീയതി പറഞ്ഞത് മുതലാണ് ഞങ്ങൾക്ക് ഞങ്ങളും കുടുംബവും ആശങ്ക പറ്റിയൊക്കെ കൂടുതൽ ആശങ്കയിലായത്. ഇപ്പം ADGP അജിത് കുമാറും അല്ലെങ്കിൽ മറ്റുള്ള പോലീസ് ഉദ്യോഗസ്ഥരായിട്ടോ മാമിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല. മാമിയുടെ ബിസിനസ് പോലും എന്താണ്, മാമിയുടെ ബിസിനസ്, അതായത് റിയൽ എസ്റ്റേറ്റ് എവിടേക്കാണ് ചെയ്യുന്നത് പോലും അറിയാത്ത ആളുകളാണ്. അപ്പം അദ്ദേഹത്തിന് പോലീസ് ബന്ധങ്ങളും എല്ലാവരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അതിലെന്തെങ്കിലും റിവഞ്ച് ഉണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. അസല ഒരു കാര്യം കൂടി, ഇദ്ദേഹത്തിൻ്റെ പാർട്ട്നേഴ്സ് ഉണ്ടല്ലോ, ബിസിനസ് പങ്കാളികളുണ്ടല്ലോ, അവർക്ക് ഇദ്ദേഹത്തിൻ്റെ വേറെ ബോട്ട്സ്, അദ്ദേഹം അങ്ങോട്ട് പോയി ഇദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഭീഷണികൾ ഒരുപക്ഷെ കുടുംബാംഗങ്ങളെക്കാൾ നന്നായിട്ട് അറിയാൻ കഴിയും. അവരൊക്കെ ഈ ആക്ഷൻ കമ്മിറ്റിയുമായും അന്വേഷണവുമായും നന്നായി സഹകരിച്ചിട്ടില്ല ആരും. അദ്ദേഹം കോഴിക്കോട് സിറ്റിയിൽ നല്ല രീതിയിൽ ബിസിനസ് നടത്തിയിരിക്കുന്ന സമയത്തുള്ള ആളുകളൊന്നും തന്നെ ഇപ്പം ഈ ആക്ഷൻ കമ്മിറ്റിയുടെ കൂടെ ഇല്ല എന്ന് തന്നെ പറയാം. മുമ്പുണ്ടായിരുന്നോ? മുമ്പ് അതായത് ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുന്നതിന് മുമ്പ് ഈ കുടുംബത്തിൻ്റെ കൂടെ ഞങ്ങളെല്ലാം ഉണ്ട്, നിങ്ങൾക്ക് കിട്ടേണ്ട നീതി നേടിയെടുക്കാൻ ഞങ്ങളെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള വ്യാജേന അവരുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കുടുംബത്തിന് മാത്രമേ ആ കാര്യങ്ങൾ എന്താണെന്ന് സംഭവിച്ചത് അറിയുള്ളൂ. ആക്ഷൻ കമ്മിറ്റിയെ സംബന്ധിച്ച് ജൂണിൽ ഇങ്ങോട്ട് നടന്ന കാര്യങ്ങൾ എന്തോ ആക്ഷൻ കമ്മിറ്റി പറയാൻ തയ്യാറാണ്. അതിൻ്റെ മുമ്പ് എന്താ നടന്നതെന്നോ മിസ്ഗൈഡ് ചെയ്തിട്ടുണ്ട് ഫാമിലിയെ. ഈ ഫാമിലി എന്താണെന്നുള്ള ഇവിടുത്തെ കുറേ ആളുകളെയും അതുപോലെ തന്നെ അവർ പറയുന്നതും എല്ലാം വിശ്വസിക്കേണ്ട ഒരു അവസ്ഥ അന്നുണ്ടായിരുന്നു. ഇന്നിപ്പം ആ കുടുംബത്തിന് അങ്ങനത്തെ ഒരു ആവശ്യമില്ല. കാരണം കുടുംബം തന്നെ ആക്ഷൻ കമ്മിറ്റിയുടെ കൂടെ എന്താ പറയുക ഒത്തുചേർന്ന് നിന്നുകൊണ്ട്, ആക്ഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഈ മാമിയുടെ ജന്മനാട്ടിൽ നിന്ന് ഉണ്ടായൊരു സാധനം, അതായത് മാമിയുടെ ഒറിജിനൽ സ്ഥലമായ ബാലുശ്ശേരി അടുത്തുണ്ടായൊരു ഇതാണ് ആക്ഷൻ കമ്മിറ്റി. അപ്പോൾ ആ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തകരും അല്ലെങ്കിൽ അതിൻ്റെ മുന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളൊന്നും തന്നെ മാമിയുടെ ബിസിനസ് പാർട്ട്നേഴ്സ് അല്ല. ഞങ്ങളെ സംബന്ധിച്ച്, ആക്ഷൻ കമ്മിറ്റിയെ സംബന്ധിച്ച് ഒരു ഹ്യൂമാനിറ്റി ഒന്ന്, രണ്ടാമത്തത് ഞങ്ങളുടെ നാട്ടുകാരനാണ്. ഞങ്ങളുടെ നാട്ടിൽ ജീവിക്കുന്ന ഒരാളാണ് കാണാതായത്. അത് കോഴിക്കോട് പട്ടണത്തിൽ നിന്നായാലും ബാലുശ്ശേരി നിന്നായതും നാട്ടുകാരുടെ ഒരു വികാരത്തിൻ്റെ മുകളിലാണ് ആക്ഷൻ കമ്മിറ്റി. ഓക്കെ അസ്ലം, എനിക്ക് മനസ്സിലായി. ശ്രീ അബ്ദുള്ള, അവിടെയാണ് എൻ്റെ സംശയം. ഈ ഇദ്ദേഹത്തിൻ്റെ മാമിയുടെ ബിസിനസ് പാർട്ട്നേഴ്സ് തുടക്കത്തിൽ നിങ്ങളെ ഒന്ന് കാണുകയും പിന്തുണ അറിയിക്കുകയും ചെയ്തു. ഇപ്പോൾ അവരെ ആരും ഇല്ല എന്നാണ് അസ്ലം പറയുന്നത്. അതായത് തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും ചെയ്ത ആളുകൾ ദുരൂഹമായി അപ്രത്യക്ഷമാവുന്നതിന് പറയാൻ കാരണം മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇത്രയും പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരാളെ കാണാതായിട്ട്, ഇപ്പം നേരത്തെ ബൽദേവ് സച്ചിദാനന്ദൻ ചൂണ്ടിക്കാട്ടിയല്ലോ, മാധ്യമങ്ങൾക്ക് പോലും അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാവുകയോ അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് അവതരിപ്പിക്കുകയോ ചെയ്തില്ല എന്നുള്ളത് ശരിയാണ്. എന്ന് മാത്രമല്ല, രാഷ്ട്രീയ രംഗത്തുള്ളവർ പോലും ഇങ്ങനൊരു സംഭവം നടന്നതായിട്ട് അറിയുന്നില്ല. PV അൻവർ MLA ഇത് ഉന്നയിക്കുന്നതുവരെ ഇതൊരു വലിയ വിഷയമാണ് എന്നൊരു തോന്നൽ പോലും ആർക്കും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉണ്ടാവാൻ കാരണം എന്താണ് അബ്ദുള്ള? തീർച്ചയായിട്ടും അത് ഞങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് എൻ്റെ കൂടെ കാക്കാൻ്റെ കോഴിക്കോടുള്ള ബിസിനസ് സുഹൃത്തുക്കളും
പാർട്ട്ണർമാരായിട്ട് കുറേ പേരുണ്ടായിരുന്നു കുറച്ച് സ്റ്റാർട്ടിങ്ങിൽ, അതായത് മാക്സിമം ഒരു ആഴ്ച 2 ആഴ്ച. അതിൽ കൂടുതൽ ആരും ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് വന്നിട്ടില്ല. ചുരുക്കം ചില കാക്കാൻ്റെ സുഹൃത്തുക്കൾ മാത്രമേ ഞങ്ങൾക്ക് ഇതിൽ പിന്നെ കിട്ടിയിട്ടുള്ളൂ. അവരിങ്ങനെ നിശബ്ദരാവാൻ കാരണം എന്താണെന്നാണ് നിങ്ങൾ കരുതുന്നത് അബ്ദുള്ള? അവരിങ്ങനെ നിശബ്ദരായി പോകാൻ, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോ ബിസിനസ് പങ്കാളികളോ ഒക്കെ നിശബ്ദരായി പോകാൻ കാരണം എന്തായിരിക്കും? പിന്നെ അവരൊക്കെ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട പല തിരക്കുകളിലായിരിക്കും. എല്ലാവർക്കും ഇതിൽ കൂടുതൽ നമ്മളെ കൂടെ ചിലവഴിക്കാൻ സമയം ഉണ്ടാവില്ല. ഫാമിലിക്ക് ഉണ്ടാകുന്ന അത്ര പ്രശ്നങ്ങൾ ഫ്രണ്ട്സിനായാലും പാർട്ട്നേഴ്സിനായാലും ഉണ്ടാവില്ലല്ലോ. അല്ല, തുടക്കത്തിൽ അവർ വന്ന് നിങ്ങളെ ആശ്വസിപ്പിച്ചു എന്ന് പറയുന്നു. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അത് മറ്റു വല്ല ഭീഷണികളുടെയോ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് അങ്ങനെ അവർ നിശബ്ദരായി പോയതായിരിക്കുമോ? തീർച്ചയായിട്ടും അങ്ങനെ ഞങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ശരി. അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, ഇവിടെ പ്രശ്നം ഇത് കേസ് അന്വേഷിക്കുന്ന പോലീസുകാരെ തന്നെയാണ് ആക്ഷൻ കമ്മിറ്റിക്കും ഈ കുടുംബത്തിനും സംശയം. അതിൻ്റെ ഉന്നത തലങ്ങളിലുള്ളവർക്ക് ഇതിൽ അറിവുണ്ട്, അത് ബന്ധമുണ്ട് എന്നവർ സംശയിക്കുമ്പോൾ മലപ്പുറം SP തന്നെ CBI അന്വേഷണം വേണമെന്ന് ശുപാർശ ചെയ്തിരിക്കുന്നു. ഇവരും ആ വിഷയം ഉന്നയിക്കുന്നു. അപ്പോഴും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട്. 30 ദിവസം കഴിയുമ്പോൾ നടപടി ഉണ്ടാകും, ഈ കേസ് അന്വേഷണം തെളിയുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നത് എത്രമാത്രം വ്യർത്ഥമാണ് ബൽദേവ്? അവരുടെ സംശയങ്ങളെല്ലാം ഒരു പരിധിവരെ ശരിയാണ്. കാരണം അവർക്ക് സംശയിക്കാമല്ലോ. പോലീസ് 1 വർഷമായിട്ട് അന്വേഷിച്ചിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ ഈ തിരോധാനത്തിന് വിധേയമായ വ്യക്തിയെക്കുറിച്ച് അദ്ദേഹം ഇന്ന സ്ഥലത്തുണ്ടെന്നോ ഇന്നത് വഴി യാത്ര ചെയ്തെന്നോ അങ്ങനെ ഒന്നുമില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഒരു പെൺകുട്ടിയെക്കുറിച്ച് കാണാതായപ്പോൾ അത് കൃത്യമായി അതിൻ്റെ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്ത് വന്നു. ഇവിടെ ഇത്രയും നാളായിട്ട് ആകെയുള്ള തൊട്ടടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ ഫോണിൽ നിന്നൊരു കാൾ വന്നു. അത് മാത്രമാണ് പോലീസിൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അടിമുടി ദുരൂഹത. ഇതിനകത്ത് നമ്മൾ ആരും ഉദ്ദേശിക്കുന്നതിനേക്കാൾ പിന്നിൽ മറ്റെന്തൊക്കെ ദുരൂഹതയുണ്ട്. അത് പുറത്തു വരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോൾ അന്വേഷിക്കുന്നത് പുതിയതായി കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ക്രൈംബ്രാഞ്ച് IG പ്രകാശും DYSP പ്രേമൻ ചേർന്ന ഒരു 6-7 അംഗ ടീമാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ആ അന്വേഷണ സംഘത്തോടെ പ്രത്യേകം ഗവൺമെൻറ് നിർദ്ദേശിച്ചിട്ടുണ്ട് നേരിട്ട് DGPക്കും DGP വഴി ഹോം സെക്രട്ടറിക്കും മുഖ്യമന്ത്രിക്കും അതിൻ്റെ തെളിവുകൾ ഓരോ ദിവസവും നൽകിക്കൊണ്ടിരിക്കണമെന്നാണ് എൻ്റെ രീതി. തീർച്ചയായിട്ടും അത് അതിൻ്റെ നല്ല രീതിയിൽ തന്നെ പോകും. പിന്നെ സംശയിക്കുന്നവരെയോ തർക്കിക്കുന്നവരെയോ നമുക്ക് ആർക്കും ഒരു തെറ്റും പറയാൻ പറ്റില്ല. ഇത്രയും നാളായിട്ട് ഈ പോലീസ് അല്ലെങ്കിൽ ഈ ക്രൈംബ്രാഞ്ച് മറ്റൊരു കാര്യം കൂടി സംഭവിച്ചിട്ടുണ്ട്. ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്ന SP വിക്രം, അദ്ദേഹം എവിടുത്തെ SP ആണ്? കോഴിക്കോട് വയനാട് റീജിയൻ്റെ SP ആണ്. അദ്ദേഹത്തെ ഈ മലപ്പുറത്തെ പോലീസിനെ ഷഫിൾ ചെയ്ത സമയത്ത് അദ്ദേഹത്തെ മാറ്റി. അതെന്തിനായിരിക്കും? അത് വളരെ ദുരൂഹമായി തോന്നുന്നു. അത് തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പം PV അൻവർ അതിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടല്ലോ, വിക്രമനെ മാറ്റിയതിനെക്കുറിച്ചും. എനിക്ക് തോന്നുന്നു PV അൻവർ പറഞ്ഞ് വിക്രമനെ തന്നെ അന്വേഷണം ഏൽപ്പിക്കണം എന്നാണ് അൻവർ പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ എന്തൊക്കെയായാലും ഇതിനകത്ത് ഒരു വിഭാഗം പോലീസുകാരോ അല്ലെങ്കിൽ ഒരു വിഭാഗം ഉദ്യോഗസ്ഥരോ അതല്ലെങ്കിൽ ഏതോ മാഫിയകളോ എന്തോ ഇതിൻ്റെ പിന്നിൽ, ഇദ്ദേഹത്തിൻ്റെ തിരോധാനത്തിൻ്റെ പിന്നിൽ നമ്മൾ ആരും അറിയാത്ത ചില ദുരൂഹതകളുണ്ട്. അത് വ്യക്തമായി കൊണ്ടുവരണം. ഇത് വെറും ഒരു തിരോധാനമല്ല. ഇപ്പോൾ അവരുടെ ബന്ധുക്കൾ തന്നെ പറയുന്നല്ലോ, അദ്ദേഹത്തിന് ശത്രുക്കളില്ല, വ്യക്തമായ രാഷ്ട്രീയമില്ല, രാഷ്ട്രീയ വൈരാഗികൾ ആരുമില്ല, പോലീസുകാരുമായിട്ടൊരു ശത്രുതയില്ല, നാട്ടുകാരുമായിട്ട് ശത്രുതയില്ല. അങ്ങനെയൊക്കെയുള്ള ഒരാൾ ഒരു സുപ്രഭാതത്തിൽ വാനിഷ്ട് ഇൻ ദ എയർ, അന്തരീക്ഷത്തിൽ എന്തോ അലിഞ്ഞുപോയി ചെയ്തത്. അപ്പോൾ എന്തോ ഇതിൻ്റെ പിന്നിൽ ശക്തമായി അന്വേഷിച്ച് ഇത് പുറത്തു കൊണ്ടുവരണം. എന്ത് സംഭവിച്ചോട്ടെ, നമുക്ക് പലതും അനുമാനിക്കാം. 1 വർഷം കഴിഞ്ഞല്ലോ എന്താണ് സംഭവിച്ചത് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. SP വിക്രത്തെ മാറ്റാൻ സർക്കാർ തീരുമാനിക്കണമല്ലോ, ആഭ്യന്തര വകുപ്പ് തീരുമാനിക്കണമല്ലോ. അത് ഈ മലപ്പുറത്തെ ഉദ്യോഗസ്ഥരെ മൊത്തം മാറ്റുന്നു. ആ മാറ്റുന്നതിനിടയിൽ ഇതാരും ശ്രദ്ധിക്കുന്നില്ല. അദ്ദേഹം കോഴിക്കോട്ടാണുള്ളത്, അദ്ദേഹത്തെയും മാറ്റുന്നു. അതിന് പിന്നിൽ എന്താണ് തോന്നുന്നത് അനൂപിന്? വളരെ അപകടകരമായ നിലയിലേക്കാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങൾ പോലും പോകുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ADGP അജിത് കുമാർ തന്നെ എടുക്കുന്ന ഡിഫൻസ് എന്താ? അദ്ദേഹം പറയുന്നത്, ഞാൻ കള്ളക്കടത്തിനെതിരെ ഒരു പ്രത്യേക നിലപാട് സ്വീകരിച്ചു, അതിൻ്റെ ഭാഗമായി എന്നെ ആക്രമിക്കാൻ വരുന്നു, അതിനെ വർഗീയ നിറം നൽകാൻ ശ്രമിക്കുന്നു. വളരെ തുടക്കം മുതൽ ഇതിന് വർഗീയപരമായ ഒരു അജണ്ട ഇതിനകത്ത് വളരെ കൃത്യമായി പ്രയോഗിക്കപ്പെടുന്നുണ്ട്. സുജിത് ദാസ് മലപ്പുറം ജില്ലയെ പ്രത്യേകം ടാർഗറ്റ് ചെയ്ത് അവിടെ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന ജില്ലയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പം അൻവറിനെ കുറിച്ച്
ഏതെങ്കിലും തരത്തിൽ മതിപ്പുള്ള ആളുകളല്ല കോൺഗ്രസ്സുകാരും. അദ്ദേഹം വളരെ മോശമായ ഭാഷയിൽ രാഹുൽ ഗാന്ധി അധിക്ഷേപിച്ചിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവിനെ അധിക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും കോൺഗ്രസ് അതിന് നേരിട്ടത് അൻവർ പറഞ്ഞ ആരോപണങ്ങളോട് മറുപടി പറയുന്നുകൊണ്ടും അതിനെ ആ രീതിയിൽ പ്രതികരിച്ചുകൊണ്ടാണ്. അൻവറിനെ വർഗീയവാദി എന്ന് പറഞ്ഞുകൊണ്ടല്ല, മറിച്ച് ADGP ഉന്നയിക്കുന്ന ADGPയുടെ ഡിഫൻസ് വളരെ അപകടകരമായ നിരത്തിലേക്ക്, കേരളത്തിലെ പോലീസിനെ വർഗീയവൽക്കരിക്കുന്ന നിരത്തിലേക്ക് ആ അർത്ഥത്തിലൊരു അജണ്ട വളരെ വ്യാപകമാക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട്, അജിത് കുമാറിൻ്റെ ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നത് എന്താ? ഇതിനകത്ത് കൊലപാതകത്തിൽ അജിത് കുമാറിന് പങ്കുണ്ട് എന്ന് പറയുന്നു, ആക്ഷൻ കമ്മിറ്റിയിൽ അജിത് കുമാറിൻ്റെ ആളുകളാണ് എന്ന് പറയുന്നു, അന്വേഷണ ഉദ്യോഗസ്ഥർ അജിത് കുമാറിൻ്റെ ആളുകളാണെന്ന് പറയുന്നു, അന്വേഷണം മോണിറ്റർ ചെയ്യുന്നത് അജിത് കുമാറാണെന്ന് പറയുന്നു. ഇത് ശ്രീനാരായണ ഗുരു നീയല്ലോ മായയും മായാവിയും മായാവിനോദനും മായയെ നീക്കി സായുജ്യം നൽകും ആര്യനും എന്ന് പറഞ്ഞതുപോലെ എല്ലാം അജിത് കുമാറാണ്. ചെയ്യിക്കുന്നത് അജിത് കുമാറാണെന്ന് പറയുന്നു, അതിനകത്ത് അന്വേഷണ ഉദ്യോഗസ്ഥനെ നിയോഗിക്കുന്നത് അജിത് കുമാറാണെന്ന് പറയുന്നു, ആക്ഷൻ കൗൺസിൽ പോലെ അജിത് കുമാറിന്റെ ആളുകളാണെന്ന് പറയുന്നു. അജിത് കുമാർ അസ്ലം ബക്കർ ഇരിപ്പുണ്ട്, അദ്ദേഹം അജിത് കുമാർ സംശയിക്കുന്ന ആളാണ്. അല്ല, ഒരു ഘട്ടത്തിൽ ആക്ഷൻ കൗൺസിൽ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയെന്നുള്ള ആരോപണം ഉയർന്നില്ലേ? ഒരു ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ. പക്ഷേ ഈ സംശയങ്ങൾക്കും പുകമറകൾക്കും ഒക്കെ മറുപടി പറയേണ്ട ആൾ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണ്. അദ്ദേഹം പക്ഷേ ഇതേക്കുറിച്ച് വാ തുറക്കുന്നില്ല. ആ ADGP അജിത് കുമാറിനെ ഒന്നൊന്ന് മാറ്റാൻ പോലും അദ്ദേഹം തയ്യാറാവുന്നില്ല, ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പോലും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് കേരളത്തിന്റെ പോലീസ് ഭരണം എത്രമാത്രം ദുരന്തത്തിന്റെ പക്കത്താണ് എന്ന് മനസ്സിലാവുന്നു. വളരെ നന്ദി ശ്രീ അനൂപ്, ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ, അബ്ദുള്ള, അസ്ലം ബക്കർ ഇത്രയും സംസാരിച്ചവരുടെ